കാക്കനാട് കലൂർ റൂട്ടിലെ KSRTC പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ആദ്യ ടിക്കറ്റ് എടുത്ത് തൃക്കാക്കര MLA ഉമാ തോമസ്. നിരവധി സ്ത്രീകളാണ് ആദ്യ യാത്രയിൽ പങ്കുചേർന്നത്. ആടിയും പാടിയും യാത്രക്കാർ ആവേശകരമാക്കി യാത്ര. എപ്പോൾ വരും എന്ന് എല്ലാവരും കാത്തിരുന്ന പദ്ധതിയാണ് പ്രിയദർശിനി സൗജന്യ യാത്ര. സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര ഇവിടെ കാക്കനാട് നിന്നും കലൂർ റൂട്ടിലേക്കുള്ള ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിരവധി സ്ത്രീകളെ നമുക്കിവിടെ കാണാം. വളരെ സന്തോഷത്തോടെ ബലൂണൊക്കെ കൈ പിടിച്ചുകൊണ്ട് അവർ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ടിക്കറ്റ് കിട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഈ റൂട്ടിലെ ആദ്യ ടിക്കറ്റ് തന്നെ ഉമാ തോമസ് MLAക്ക് തന്നെയാണ് കണ്ടക്ടർ കൊടുത്തത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ പ്രിയദർശിനി സ്കീം നടപ്പാക്കുമെന്ന് പറഞ്ഞത് ആദ്യ കാര്യമാണ്, നടപ്പാക്കി കഴിഞ്ഞു. ഒരു ചരിത്ര നിമിഷം തന്നെയാണിത്. സ്ത്രീകളെ ചേർത്ത് പിടിച്ച സാധാരണക്കാരനെ സഹായിക്കും വിധം ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞു. അത് UDF നടപ്പാക്കി എന്നുള്ളതിൻ്റെ സന്തോഷമാണ്. MV ഗോവിന്ദൻ പറഞ്ഞ അത്രമാത്രം ഓർഡിനറി ബസ്സുകളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അവർക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു ആനുകൂല്യം കിട്ടുന്നതിൽ വിഷമമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് പുറംതിരിഞ്ഞ് നിൽക്കുന്നത്, ഇതിനോട് ചേരാതെ നിൽക്കുന്നത്. വലിയൊരു തുക നിങ്ങൾക്ക് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഈ സൗജന്യ യാത്രയിലൂടെ? തീർച്ചയായിട്ടും പറ്റും. സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇതൊരു വലിയ ആനുകൂല്യമാണ്. ഇപ്പോൾ എപ്പോഴും യാത്ര ഓർഡിനറി ബസ്സിലായിരിക്കും. ഇപ്പോൾ എനിക്കൊരു ദിവസം 30 രൂപയോളം വേണം. അപ്പോൾ ഇതിപ്പോൾ ഈ സൗജന്യ യാത്ര 30 രൂപ എനിക്ക് ലാഭിക്കാൻ സാധിക്കും. അത് വളരെ സന്തോഷം. UDF സർക്കാരിന് അഭിനന്ദനങ്ങൾ. കലൂരേക്കാണോ അമ്മ പോകുന്നത്? കലൂരിക്ക് പോരും. എങ്ങനെയാണ് ഈ സൗജന്യ യാത്രയെ കുറിച്ച് എന്നാ പറയുക? ആദ്യ യാത്രയെ തന്നെ ആദ്യ യാത്രയുണ്ട്, വളരെ സന്തോഷം. എല്ലാം കിട്ടിയോ? ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കാണിക്കോ? അതെ അതെ, ഇതാണ് ആ ടിക്കറ്റ്. ട്രാൻസ്ജെൻഡേഴ്സിനും ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുന്നുണ്ട്. ട്രാൻസ് സഹോദരി കൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ പറയാനുള്ളത്? ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു യാത്ര നമ്മൾക്ക് സൗജന്യമായി തന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സഹായമാണ്. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഒരു സർക്കാർ കയറിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മളെ പരിഗണിക്കുമെന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടമ്മമാർക്കാണേലും പ്രായം ചെന്നവർക്കാണേലും ജോലിക്കാർക്കാണേലും ആർക്കാണേലും നല്ല കാര്യമല്ലേ ചെയ്തത്. മറ്റുള്ളവർ മുഖം തിരിഞ്ഞ് നിൽക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ സർക്കാർ എന്ത് നടത്തിയോ അതിനോടൊപ്പം നമ്മൾ മുന്നോട്ട് പോവുക. ഒന്നാമത് ഇത് ഗ്രാമീണ മേഖലയിലൂടെ ഓടുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി. അവിടെ നിന്ന് വന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സർവീസും ആയിരിക്കും. ചേട്ടനും സന്തോഷമുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം ആളുകളും ഈ ഒരു യാത്ര ഗുണകരമാകും എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ്. ബിനു പാമ്പയ്ക്കൊപ്പം സ്നേഹാമോൽ നേനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.